മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് സാഗറിനോട് മേഘൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ ചോദിച്ചറിയുന്നുണ്ട്. മേഘനെ കുറിച്ചുള്ള എല്ലാ സകല രഹസ്യങ്ങളും ഒരു വള്ളി പുള്ളി വിടാണ്ട് തന്നെ സാഗർ മഞ്ജുവിനോട് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സാഗറാണെങ്കിൽ മാനസയുടെയും കുഞ്ഞിൻ്റെയും കാര്യമെല്ലാം പറയുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ എനിക്കറിയണം. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഞാൻ എന്താവശ്യത്തിന് വിളിച്ചാലും എൻ്റെ ഒപ്പം വന്ന് നിൽക്കണമെന്നും സാഗറിനോട് പറയുന്നുണ്ട് മഞ്ജു. അങ്ങനെ മഞ്ജു ആണെങ്കിൽ മേഘനാഥൻ്റെ ഒരു തലമുടി തന്നെ തന്ത്രപൂർവ്വം എടുത്ത് അതൊരു DNA ടെസ്റ്റിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സത്യം എന്താണെന്ന് അറിയാനുള്ള ഒരു വെമ്പലിലാണ് നമ്മുടെ മഞ്ജു. അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിനെ വിളിക്കുന്നുണ്ട്. മേഘേട്ടൻ്റെ മുടിനാരിക എടുത്തു എന്നും മാനസ എന്ന പെൺകുട്ടിയുമായിട്ട് മേഘനാഥന് ബന്ധമുണ്ടോ എന്നറിയാനും അതിനുള്ള വഴി നീ തന്നെ എനിക്ക് ഒരുക്കി തരണമെന്നും സാഗറിനോട് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് സാഗർ മഞ്ജുവിന് വാക്കു കൊടുക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട് മേഘൻ മാനസയുടെ വീട്ടിൽ വരുന്നതും അവരെ ആ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും എല്ലാമായ കാഴ്ചകൾ നീ നേരിട്ട് തന്നെ മഞ്ജുവിന് കാട്ടിക്കൊടുക്കാനുള്ള അവസരം ഒരുക്കണമെന്നും ഇതെല്ലാം വിശദമായിട്ട് തന്നെ മാർക്കോ പറയുന്നുണ്ട് സാഗറിനോട്. അങ്ങനെ സാഗർ ആണെങ്കിൽ മഞ്ജുവിന് മാനസയുടെ വീടിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ഒരു കാറിൽ മാനസയുടെ വീടിൻ്റെ പരിസരത്ത് കുറച്ച് ദൂരെ മാറി നിന്ന് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് മാനസയുടെ വീടും പരിസരവും എല്ലാം. അങ്ങനെ അതേ സമയം തന്നെ മേഘനാഥാണെങ്കിൽ മാനസയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം മഞ്ജു കാണുന്നുമുണ്ട്. അങ്ങനെ മേഘനാഥന് ഡോറെല്ലാം വന്ന് തുറന്നു കൊടുക്കുന്നത് മാനസ തന്നെയാണ്. അങ്ങനെ അപ്പു എന്ന കുട്ടി അച്ഛ എന്നും വിളിച്ചു പറഞ്ഞ് മേഘൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. മേഘനാണെങ്കിൽ ആ കുട്ടീനെ എടുത്ത് ലാളിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നത് മഞ്ജു നേരിൽ കാണുകയും ചെയ്യുകയാണ് കേട്ടോ. ഇതെല്ലാം കാണുന്ന മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മഞ്ജുവിനാണെങ്കിൽ മനസ്സിലാവുകയാണ് ഇതുവരെ മേഘനാഥൻ തന്നോട് കാണിച്ച സ്നേഹവും എല്ലാം ഒരു വൻ ചതി തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമായിരുന്നു അത്. പിന്നീടാണെങ്കിൽ മാർക്കോ പറയുന്നുണ്ട് സാഗറിനോട് മേഘൻ ഒരു ചതിയനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം ഇനി നിൻ്റെ ഒരു സമയമാണ് വരാൻ പോകുന്നത് സാഗറെ എന്ന് പറയുന്നുണ്ട്. ഈ അവസരം നീ നന്നായിട്ട് തന്നെ മുതലെടുക്കണമെന്ന് മാർക്കോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീയാണെങ്കിൽ മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറണം, അതൊരു മധുര പ്രതികാരമാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മാർക്കോ. നിന്നെ തല്ലി ചതച്ചതിനും നിന്റെ ജോലി തട്ടിത്തെറിപ്പിച്ചതിനും ഇതൊരു പ്രതികാരമായിട്ട് തന്നെ നീ എടുക്കണമെന്നും മേഘനാഥനോട് കണക്ക് തീർക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇതെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം സാഗറിനോട് പറഞ്ഞ് സാഗറിനെ ഇളക്കി വിടുക തന്നെ ചെയ്യാണ് മാർക്കോ. അങ്ങനെ മഞ്ജു ആണെങ്കിൽ തൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ സത്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇനി മേഘനാഥനെ ഉപേക്ഷിച്ച് ഒന്നില്ലെങ്കിൽ കണ്ണൻ്റെ അരികിലേക്ക് പോവുകയും കണ്ണൻ്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു അവസരങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ മേഘന് വരെ നിയമപരമായിട്ട് തന്നെ പോകുമോ എന്നുള്ളത് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.